السلام عليكم ورحمة الله. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. صدق الله العظيم. വേദിയിൽ ഉപവിഷ്ടരായ MGMൻ്റെയും സ്റ്റുഡൻസ് വിങ്ങിൻ്റെയും നേതാക്കളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അവൻ്റെ ദീനിൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഏറെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് നാം ഇവിടെ ഒത്തുകൂടിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ ഒത്തുകൂടൽ ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അവൻ്റെ സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടിത്തരികയും ചെയ്യുമാറാവട്ടെ. ക്യാമ്പസുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ഒരുങ്ങുന്ന പല വിദ്യാർത്ഥിനികളും എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ LP സ്കൂളും UP സ്കൂളും ഹൈസ്കൂളും ക്യാമ്പസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ ഉൾപ്പെടുമെങ്കിലും ശരിക്കും പൊതുസമൂഹം വിവക്ഷിക്കുന്ന ക്യാമ്പസ് അത് കോളേജ് തലത്തിലും ഒരു പരിധിവരെ കോളേജിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട പ്രീ ഡിഗ്രി നിലനിൽക്കുന്ന +2വുമാണ്. ഹൈസ്കൂൾ വരെ എല്ലാം സ്കൂൾ പിള്ളേരാണ്. +2 ആയി കഴിയുമ്പോഴാണ് ആ പിള്ളേർ കുമാരന്മാരും കുമാരികളുമായി മാറുന്നത്. കോളേജിലെത്തുമ്പോൾ ഒന്നുകൂടി കോളേജ് കുമാരനും കോളേജ് കുമാരിയുമായി മാറും. +2ലാവുമ്പോഴും ഏകദേശം ആ ഒരവസ്ഥയിലെത്തും. ആ അവസ്ഥയിലെത്തുമ്പോഴേക്ക് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നതാണ്. LP സ്കൂളിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ നോക്കിയ കണ്ണുകൊണ്ടല്ല ഹൈസ്കൂളിൽ പോകുമ്പോൾ നിങ്ങളെ ആളുകൾ നോക്കിയത്. ഹൈസ്കൂളിൽ നിങ്ങളെ നോക്കുന്ന കണ്ണുകൾ കൊണ്ടല്ല ഹയർ സെക്കൻഡറിയിൽ നിങ്ങളെത്തുമ്പോൾ നിങ്ങളെ നോക്കുക. കോളേജിലെത്തുമ്പോഴേക്ക് ആ നോട്ടത്തിന് അർത്ഥഭ്രംശം സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ബോധവാന്മാരാകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് നോട്ടം എങ്ങനെ വന്നാലും അതിനെ നേരിടുവാനുള്ള കരുത്തും ത്രാണിയുമൊക്കെ ഉണ്ടാവും. അതേ സമയത്ത് ഈ ലോകം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് വേണ്ടത്ര നേടാത്ത, അല്ലെങ്കിൽ അത് നേടണമെന്ന് തോന്നിയിട്ടില്ലാത്ത, ലോകത്തെന്ത് സംഭവിച്ചാലും എനിക്കൊന്നും പ്രശ്നമല്ല, മലയാള ഭാഷയിലെ ഒരു ചൊല്ലുപോലെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അതിൻ്റേതായ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ വേറെ ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ചിത്രം അത് നമ്മുടെ പത്രങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ ഇതൊക്കെ നമുക്ക് നൽകുന്നുണ്ട്. അതെന്താണെന്ന് അറിയാനും അതിനെക്കുറിച്ചുള്ള ഒരു കരുതൽ നമ്മളുടെ മനസ്സിലും നമ്മുടെ സമീപനത്തിലും
ഉണ്ടാക്കാനും നമ്മൾ ശ്രമിച്ചാൽ നമുക്കത് നല്ലതാണ് എന്നാണ് എനിക്ക് ആമുഖമായി പറഞ്ഞു വെക്കാനുള്ളത്. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് രണ്ട് വിഷമങ്ങളുണ്ട്. ഒന്ന്, ഇത് അവസാനത്തെ പ്രസംഗമാണ്. രാവിലെ മുതൽ നിങ്ങളിവിടെ ഇരിക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം വേർക്കാൻ തുടങ്ങി. നിങ്ങളെങ്ങനെയാണ് അവിടെ ഈ ചൂടിലിരിക്കുന്നതെന്നുള്ള ഒരു പ്രശ്നം എനിക്കുണ്ട്. രണ്ടാമത്തത്, നിങ്ങൾ കുറേ പ്രസംഗങ്ങളൊക്കെ കേട്ട് ചോറൊക്കെ കഴിച്ച് ഉടനെ നല്ലൊരു പ്രസംഗം കേട്ട് ആകെ എല്ലാം കൂടി ഇതും കൂടി കഴിഞ്ഞാലൊന്ന് വീട്ടിൽ പോകാമെന്നുള്ള ഒരു മനസ്സിലാണ് നിങ്ങളുടെ മുഖം അങ്ങനെ പറയുന്നത്. മാത്രമല്ല, ബാക്കിലുള്ള 2-3 ആൾക്കാരുടെ വായ തലയേക്കാൾ വലുതായിട്ട് ഇപ്പം ഞാൻ കാണുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഒരു ചെറിയ, നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൊന്നും വേണ്ട. ആ ഇരുന്നിടത്തുനിന്ന് എല്ലാവരും ബാഗും ബുക്കൊക്കെ ഒന്ന് അവിടെ വെച്ച് 2 കൈയും ഒന്ന് ഫ്രീ ആക്കിയിട്ട് ആ 2 കൈയും എടുത്തിട്ട് ഒന്ന് കൈയടിക്കുക. മതി. നിങ്ങൾ എത്ര ഉഷാറുണ്ട് എന്ന് ഇവരുടെ കൈയടി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. ഇതില് ചോറ് കഴിച്ച ആളുകൾ ഒന്നുകൂടി കൈയടിക്കുക. മതി. ചോറ് കഴിച്ച ശേഷം വെള്ളം കുടിച്ച ആളുകൾ ഒരു പ്രാവശ്യം കൂടി കൈയടിക്കുക. ഞാൻ ഈ പറച്ചിലാകെ പറഞ്ഞിട്ടും ബാക്കിലുള്ള കുറച്ച് ആളുകൾ ഒരു സംഭവം ചെയ്തിട്ടില്ല. MBBSകാരൻ, മെമ്പേഴ്സ് ഓഫ് ബാക്ക് ബെഞ്ച് സ്റ്റുഡൻസ്. അപ്പോൾ ഏതായാലും മതി, എത്ര മതി. എനിക്ക് ഒന്ന് ഇങ്ങനെ ഈ മരിച്ചെടുത്ത് പോയിട്ടുള്ള ആ മോത കാണിച്ചിരുന്നാൽ പ്രസംഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒന്ന് കൈയടിക്കാൻ പറഞ്ഞത്. ഇംഗ്ലീഷിൽ 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുസ്തകത്തിലാന്ന് തോന്നുന്നുണ്ട്, ഒരു വാചകമുണ്ട്. ഒരു പ്രശസ്തനായ ചിന്തകൻ പറഞ്ഞതാണ്. മലായിയിലെ ഒരു പഴമൊഴി കൂടിയാണ്. When wealth is lost, nothing is lost. When health is lost, something is lost. When character is lost, everything is lost. ഇതാണ് ആ വാചകം. പണം പോയാൽ, ധനം പോയാൽ ഒന്നും പോകുന്നില്ല. ആരോഗ്യം പോയാൽ കുറച്ചൊക്കെ പോയി. സ്വഭാവം പോയാൽ എല്ലാം പോയി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആശയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വേറൊരു ആശയത്തെ പറഞ്ഞത്, ഈ ദുനിയാവ് മുഴുവൻ വിഭവങ്ങളാണ്. ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം ഉത്തമയായ സൽസ്വഭാവിയായ ഒരു സ്ത്രീയാണെന്ന്. ഞങ്ങളതിൽ പെടൂല. അപ്പോൾ നിങ്ങൾ ഈ ദുനിയാവിലെ ഏറ്റവും നല്ല സാധനമാണോ അല്ലേ എന്ന് അപ്പോൾ തന്നെ കുറേ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റസൂൽ എന്തായി പറഞ്ഞത്? നമ്മളെ പറ്റിയല്ലേ, നമ്മളെപ്പറ്റി നമുക്കല്ലേ അറിയുള്ളൂ എന്നുള്ളത്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമമാണ് നേരത്തെ ജാബിർ റഹ്മാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അതേ റസൂലുള്ള തന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. ഇത് രണ്ടിൻ്റെയും നടുവിലുള്ള നിങ്ങൾ ആലോചിക്കണം, എവിടെയാണ് എത്തേണ്ടത്, എവിടെയാണ് നിൽക്കേണ്ടത്. അൽഹംദുലില്ലാ, അല്ലേ? എവിടെയാണ് നിൽക്കേണ്ടതെന്ന് നമ്മൾ ആലോചിക്കണം. ഈ ആലോചനയാണ് നമ്മുടെ ഈ ഇരുത്തത്തിൻ്റെ പിന്നിലുള്ളത്. ഇന്ന് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലും അത് അവസാനിക്കുന്നില്ല. നിങ്ങൾ സ്വയം ആലോചിക്കുക, ചിന്തിക്കുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളെ തന്നെയാണ് എല്ലാം ആശ്രയിക്കുന്നത്. ലോകത്താർക്കും നമ്മളെ മാറ്റാൻ കഴിയില്ല, നമുക്ക് മാത്രം. ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇന്ത്യയുടെ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചിട്ട് സായിപ്പന്മാർ ചോദിച്ചു അന്നത്തെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പണ്ഡിതന്മാരോട്, ഈ പാർലമെൻറ്റിലെ മകുടത്തിൽ എഴുതി വെക്കാൻ നിങ്ങളുടെ വേദഗ്രന്ഥത്തിലെ എക്കാലത്തും പ്രസക്തമായ, എല്ലാവർക്കും ഉപകാരപ്രദമായ, ഒരിക്കലും പ്രാധാന്യം കുറഞ്ഞു പോകാത്ത ഒരു വചനം നിങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അങ്ങനെ വസുദൈവ കുടുംബകം എന്ന് ഹിന്ദുക്കൾ പറഞ്ഞു കൊടുത്തു, ലോകമേ തറവാട്. ക്രിസ്ത്യാനികൾ വേറെന്തോ പറഞ്ഞു കൊടുത്തു.
ഞങ്ങൾ മാറാൻ തയ്യാറില്ല എന്ന കോലത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അവരെ മാറ്റാൻ ഒരാൾക്കും കഴിയില്ല. അപ്പോൾ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ ആദ്യം മാറാൻ തയ്യാറുള്ള ആളുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. പണ്ടൊരിക്കൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, അതുകൊണ്ടത് വർജിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ഓ ഞാൻ നിർത്തിയാണ്. അങ്ങനെ അന്ന് മഗ്‌രിബിന് എന്നെ പിന്നെയും മൂപ്പര് വലിക്കാൻ തുടങ്ങി. അപ്പോൾ ആരോ ചോദിച്ചു, അല്ല നിങ്ങൾ? അതെ ഞാൻ നിർത്തുകയാണ്. അന്ന് നിർത്തി. പിറ്റേന്ന് രാവിലെ പിന്നെയും തുടങ്ങി. അപ്പോൾ ഈ പ്രതിജ്ഞ കേട്ട വേറൊരാൾ ചോദിച്ചു, അല്ല നിങ്ങളല്ലേ പുകവലി നിർത്തുകയാണോ എന്ന് ചോദിച്ചാൽ എപ്പോഴും നിർത്തുകയാണെന്ന് ഇങ്ങനെ പറയുന്നത്? മൂപ്പര് പറഞ്ഞു, അത് തന്നെയാണ്. ഞാൻ എത്ര പ്രാവശ്യം നിർത്തിയാണെന്നറിയോ? ഒരിക്കൽ വലിച്ചു നിർത്തിയാൽ പിന്നെ അടുത്തത് വലിക്കുന്നത് വരെ നിർത്തൽ തന്നെയാണ്. പിന്നെ ഒന്ന് കത്തിക്കുമ്പോൾ മാത്രമേ പിന്നെയും തുടങ്ങാറുള്ളൂ. ആ നിർത്തൽ തീരുമാനമല്ല. അതുപോലെയുള്ള കാട്ടിക്കൂട്ടലാവാതിരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളിവിടെ ഇതുവരെ ചർച്ച ചെയ്ത, ഇനിയും ചർച്ച ചെയ്യാൻ അധികം സമയമില്ല, എന്നാലും നമ്മൾ ചില ക്ലൂ മാത്രം നൽകാൻ പോകുന്ന ആ വിഷയത്തിലേക്ക് നമുക്ക് നീതി പുലർത്താൻ കഴിയും. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് കേൾക്കാനും നല്ല തീരുമാനങ്ങൾ എടുക്കാനും നല്ലത് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ചില കാര്യങ്ങൾ മാത്രം പറയാം. ലോകത്തെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 5 പീകളാണ്. പി കൊണ്ട് തുടങ്ങുന്ന 5 വാക്കുകൾ: പവർ, പ്ലഷർ, പ്രോഫിറ്റ്, പോണോഗ്രഫി, പ്രീസ്റ്റ്ഹുഡ്. ഇതാണ് ഈ 5 വാക്കുകൾ. ഒന്നാമത്തത് പവർ, അധികാരം. നിങ്ങൾ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ പഠിക്കുമ്പോൾ ലോകമഹായുദ്ധങ്ങൾ, സംഘട്ടനങ്ങൾ, വർഗീയവും വംശീയവും ഭാഷാപരവും ജാതീയമായിട്ടൊക്കെ നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, അടിപിടികൾ നാം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇന്നും നടക്കുന്ന രാഷ്ട്രീയ കലാപങ്ങൾ നമുക്കറിയാം. മതവർഗീയ കലാപങ്ങൾ അറിയാം. ഇറാഖിലും അഫ്ഗാനിലും നടക്കുന്ന നരമേധങ്ങൾ, കാശ്മീരിലും ഗുജറാത്തിലും നടക്കുന്ന മനുഷ്യക്കുരുതികൾ, കണ്ണൂരിൽ നടക്കുന്ന രാഷ്ട്രീയ ഹത്യകൾ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. നമുക്ക് കുറച്ചു മുമ്പ് തിരൂരിലും മറ്റൊക്കെ നടന്ന കൊലപാതകങ്ങൾ. ഇങ്ങനെ മനുഷ്യന്മാർ പലതിൻ്റെയും പേരിൽ അടിപിടി നടത്തുന്ന, യുദ്ധം ചെയ്യുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അധികാരത്തിന് വേണ്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി, തങ്ങളുടെ പാർട്ടിക്ക് മേധാവിത്വം, തങ്ങളുടെ കക്ഷിക്ക് ഭരണം, തങ്ങളുടെ രാജ്യത്തിന് മേധാവിത്വം, തങ്ങൾക്ക് മറ്റുള്ളവരുടെ പണത്തിൻ്റെ മേൽ ആധിപത്യം, ഈ പവറിന് വേണ്ടിയാണ് ലോകം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഒരു ഭാഗത്ത്. ലോകത്തെ ഭരിക്കുന്നത് അതിനു വേണ്ടിയുള്ള ചിന്തയാണ്. അമേരിക്കയെ നയിക്കുന്നത്, അതേപോലെ ബ്രിട്ടനെ നയിക്കുന്നതൊക്കെ ഇതുപോലെയുള്ള ചിന്തയാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് ഈ ചിന്തയാണ്. മതസംഘടനകൾ വരെ ചിലപ്പോൾ പോർവിളി മുഴക്കി അടിപിടി കൂടുന്നത് ആർക്കാണ്? അധികാരം, ദീന് പറയാനുള്ള അധികാരം. അത് നല്ലതിനുണ്ട്, ചീത്തയ്ക്കുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പ് എന്ത് പറഞ്ഞാലും ഇല്ല, അത് മാത്രം ജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ദുഷ്പ്രവണത, തങ്ങൾക്കായിരിക്കണം അധികാരമെന്നുള്ള ദുഷ്ചിന്ത, സത്യത്തിനല്ല നന്മയ്ക്കല്ല എന്ന് ചിന്തിക്കുന്ന ആ പ്രവണതയാണ് ലോകത്തെ ഒന്ന് ഭരിക്കുന്നത്. രണ്ടാമത്തത് പ്ലഷർ, സന്തോഷം. ലോകത്തെ ഭരിക്കുന്നത് യുവസമൂഹത്തെയും വിദ്യാർത്ഥി സമൂഹത്തെയും ഒക്കെ ഭരിക്കുന്ന സംഗതി തന്നെയാണ്. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇന്ത്യക്ക് മാത്രമായി കറങ്ങാതിരിക്കാൻ പറ്റില്ല. ഭൂമി കറങ്ങുമ്പോൾ ഇന്ത്യയും ആ കറക്കത്തിൻ്റെ ഭാഗമാണ്. കേരളം അതിൻ്റെ ഭാഗമാണ്. മലപ്പുറം, പുത്തനത്താണി, രണ്ടത്താണി ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. നമ്മൾ കറങ്ങൂല ഭൂമിയെ. നീ എത്ര കറങ്ങിയാലെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയില്ല. അതുപോലെയാണ് നമ്മൾ. അതുകൊണ്ട് ലോകത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികൾ നമ്മളെയും നയിക്കുന്ന ശക്തിയാണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത് പ്ലഷർ, സന്തോഷം, സുഖം, സന്തോഷം കിട്ടണം. ഇതിനു വേണ്ടിയുള്ള ചിന്തയാണ്. അതിന് ലോകത്ത് കുറേ ആളുകൾ തിരഞ്ഞെടുത്തത് കള്ളു കുടിക്കലാണ്, ലഹരി ഉപയോഗിക്കലാണ്, കഞ്ചാവടിക്കലാണ്. അതല്ലെങ്കിൽ ശാരീരികമായ വീഴ്ചകളിൽ ഏർപ്പെട്ട് സുഖം നേടലാണ്. അതുമല്ലെങ്കിൽ കള്ളക്കടത്തോ എന്തെങ്കിലും നടത്തി സാമ്പത്തികമായി ലാഭമുണ്ടാക്കി അതുപയോഗിച്ച് സുഖിച്ച് ജീവിക്കലാണ്. എങ്ങനെയെങ്കിലും സന്തോഷം കിട്ടിയാൽ മതി. എന്ത് വന്നാലും എനിക്കാസ്വദിക്കണം, മുന്തിരി ചാറുപോലുള്ളൊരു ജീവിതം എന്നും അതിൻ്റെ ലഹരിയിൽ ആനന്ദ തുന്നിലമൻ മനം മൂളിപ്പറക്കണമെന്ന് ചങ്ങമ്പുഴ പാടിയത് ആ ലഹരിയെക്കുറിച്ചാണ്. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സുഖം കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് സന്തോഷം കിട്ടിയാൽ മതി. അതിന് കള്ളടിക്കലാണെങ്കിൽ കള്ളടിക്കാൻ,
കഞ്ചാവ് അടിക്കലാണെങ്കിൽ കഞ്ചാവ് അടിക്കാൻ, ടി വി കാണലാണെങ്കിൽ ടി വി കാണാൻ, സി ഡി കാണലാണെങ്കിൽ സി ഡി കാണാൻ, അശ്ലീലത വായിക്കലാണെങ്കിൽ അത് വായിക്കാൻ, സന്തോഷം, സുഖം, അന്നേരം ഒരു രസം കിട്ടും, അത് മതി. ഈ ചിന്തിക്കുന്ന പ്രവണതയാണ് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നൈമിഷികമായ സുഖം, ആ സുഖം വിറ്റ് കാശാക്കാനുള്ള ശ്രമം വേറെയും. പ്ലഷർ, അത് ഞാൻ വിശദീകരിക്കാം. പിന്നെയുള്ളത് പ്രോഫിറ്റ്, ലാഭം. എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കണം, അതാണ് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ സാധനം. അമേരിക്ക എന്തിനാ യുദ്ധം ചെയ്യുന്നത്? മനുഷ്യന്മാരെ കൊല്ലണം എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണോ? അല്ല. അമേരിക്കയുടെ സാമ്പത്തിക വ്യവസ്ഥ നിലകൊള്ളുന്നത് 60% ആയുധ വിൽപ്പനയിലൂടെയാണ്. 100 ഉറുപ്പ്യ അമേരിക്കക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 60 ഉറുപ്പ്യ ആയുധം വിറ്റിട്ടാണ്. ആയുധം എന്തിനാണ്? യുദ്ധത്തിനാണ്. അപ്പോൾ യുദ്ധം നടക്കൽ അമേരിക്കയുടെ ആവശ്യമാണ്. അതുകൊണ്ട് കോണ്ടലീസ റൈസ് ഡൽഹിയിൽ വന്നിട്ട് ഉടനെ ഇസ്ലാമാബാദിൽ പോകും, അല്ലെങ്കിൽ കറാച്ചിയിൽ പോയിട്ട് അവിടുന്ന് നേരെ ബോംബെയിൽ വന്നിറങ്ങും. എന്തിനാ? രണ്ടിടത്തിലും പാകിസ്ഥാനോട് പറയും, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളുണ്ട്, തന്നോളാം, പൈസ തന്നാൽ മതി. ഇന്ത്യയിൽ വന്നിട്ട് പാകിസ്ഥാനെ വെറുതെ വിടാൻ പാടില്ല, ഞങ്ങളുടെ സാധനം വാങ്ങിക്കോളൂ. ഇങ്ങനെ ആയുധം രണ്ടു കൂട്ടരെ കൊണ്ടും വാങ്ങിച്ച് തല്ലിക്കുക എന്നുള്ളതാണ് അവർക്ക്. ലാഭം മതി. ആ ലാഭത്തിന് വേണ്ടിയാണ് മദ്യം വിൽക്കുന്നത്, മയക്കുമരുന്ന് വിൽക്കുന്നത്. ഒരു തലമുറ നഷ്ടപ്പെടുമെന്നറിയാം, പക്ഷേ അത് വിഷയമല്ല, ഞങ്ങൾക്ക് ലാഭം കിട്ടും. ഒരു ഗ്രാമിന് 800 രൂപയാണ് ഈ ലഹരി പദാർത്ഥത്തിൻ്റെ വില. 1 ഗ്രാം സ്വർണത്തിന് 8 ഗ്രാമിന് 10,000 രൂപയാണ്. ഏതാണ്ട് അതിനോട് കിടപിടിക്കുന്ന വില തന്നെയാണ് ഇതിനും, ഒരു ദിവസം ഉപയോഗിക്കാൻ. ലാഭം. സ്ത്രീകളുടെ ആശുപത്രിയിൽ ഡൽഹിയിലൊക്കെ ക്യൂ നിൽക്കുന്ന അമ്മമാർ, അവർ ചിന്തിക്കുന്നത് ലാഭമാണ്. വയറ്റിൽ വളർന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയാൻ ടെസ്റ്റ് നടത്തിയിട്ട് കുഞ്ഞ് പെണ്ണാണെങ്കിൽ ഭ്രൂണാവസ്ഥയിൽ വെച്ച് തന്നെ കൊന്നുകളയാൻ ഇന്ന് ചിലവ് 500, ഇല്ലെങ്കിൽ 5 ലക്ഷം. ഏത് വേണം? അമ്മ ലാഭം കണക്കൂട്ടുന്നു. ഇന്ന് 500, ഇവള് ജനിച്ചാൽ മിനിമം പഠിപ്പിച്ച് കെട്ടിച്ചയക്കുന്നതിന് ചിലവ് മിനിമം 5 ലക്ഷം. അപ്പം ലാഭം കൊന്നുകളയലാണ്. 3 ക്ലിനിക്കുകളിൽ ഡൽഹിയിൽ 90കളിൽ കൊല ചെയ്യപ്പെട്ടത് ഒരു മാസത്തിൽ 30 ദിവസത്തിനുള്ളിൽ 18,000-ഓളം ഭ്രൂണങ്ങളാണ്, പെൺഭ്രൂണങ്ങൾ. 18,000 30 ദിവസത്തിനുള്ളിൽ പോയാൽ ഒരു ദിവസം 600 3 ക്ലിനിക്കിൽ ഒരു ദിവസം 200 വീതം ഓരോ ക്ലിനിക്കിൽ നിന്നും ക്യൂ നിന്നുകൊണ്ട് അമ്മമാർ ലാഭചിന്തയിൽ പെൺകുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിരിക്കുന്നു ജനിക്കും മുമ്പേ എന്ന് നാം പത്രങ്ങളിൽ വായിച്ച് ഒരിക്കൽ ഞെട്ടുന്നു, പിറ്റേന്ന് മുതൽ സുഖമായി ജീവിക്കുന്നു. അത്രമാത്രമാണ് നമ്മുടെ ലാഭചിന്ത. പെൺകുഞ്ഞുങ്ങൾ പിന്നെ ഭാരമായി മാറുന്ന ഒരു ലോകം. അതാണ് ഈ അമ്മമാർ നമ്മളോട് പറഞ്ഞു തരുന്നത്. വേറെയും ലാഭമുണ്ട്. സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാം. ലാഭം കിട്ടിയാൽ മതി. നാണം കെട്ടും പണം നേടിയാൽ നാണക്കേട് ആ പണം തീർത്തുകൊള്ളും എന്നുള്ളതാണ് ആ വിഷയത്തെക്കുറിച്ച് പഴമക്കാർ പറഞ്ഞു വെച്ചത്. പിന്നെയുള്ളത് പോണോഗ്രഫി, അശ്ലീലത. യുവാക്കളെ, കൗമാരപ്രായക്കാരെ, യുവതിയുവാക്കളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതാണ് മനുഷ്യരുടെ മനസ്സിലുള്ള ഈ കാമപൂർത്തീകരണത്തിന് വേണ്ടിയുള്ള വ്യഗ്രത. അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരുമ്പോൾ, അതിൻ്റെ പ്രായമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചിന്തകൾ അഭിരമിക്കുകയും അത് നൽകുന്ന വിഭവങ്ങൾ, അത് അച്ചടിച്ചു വെച്ച പ്രസിദ്ധീകരണങ്ങളാവാം, അല്ലെങ്കിൽ അശ്ലീലത കുത്തിച്ചെലുത്തിയിട്ടുള്ള പേരില്ലാത്ത സീഡികളാവാം, അതുമല്ലെങ്കിൽ വൃത്തികെട്ട മനുഷ്യ മനസ്സിനെ ഇക്കിളിപ്പെടുത്തുന്ന വികാരങ്ങൾ, ആരും കാണാതെ ഹായ് എന്ന് പറയാൻ തോന്നിപ്പോകുന്ന ദൃശ്യങ്ങൾ കുത്തിച്ചെലുത്തിയിട്ടുള്ള സാധനങ്ങൾ. അത് സീഡികളായിട്ടുണ്ട്, പെൻഡ്രൈവ് ആയിട്ടുണ്ട്, ചിത്രങ്ങളായിട്ടുണ്ട്, എല്ലാം ഉണ്ട്. അതിലേറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് സ്ത്രീകളാണ്. നിങ്ങൾ 14 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 20 രൂപ കൊടുത്ത് വാങ്ങുന്ന നോട്ട് പുസ്തകത്തിൻ്റെ പുറംചട്ടകൾ ഇന്ന് വീട്ടിൽ പോയി പരിശോധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിലുണ്ടെങ്കിൽ എടുത്തു നോക്കുക. ആ പുറംചട്ടയിൽ പൂക്കളാണോ ഉള്ളത്, പക്ഷികളാണോ ഉള്ളത്, അതല്ലെങ്കിൽ ബോളിവുഡിലെ നായികമാരാണോ ഉള്ളത് എന്ന് നോക്കുക. ആ നായികമാരുടെ ചിത്രമാണെങ്കിൽ അവർ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നോക്കുക. സാധാരണ ഒരു പെണ്ണ് നിൽക്കും പോലെയാണോ, അല്ലെങ്കിൽ ആ നൃത്തത്തിന്, ആ നോട്ടത്തിനൊക്കെ ഒരു പ്രത്യേക ആംഗിൾ തന്നെയുണ്ട്. ഐശ്വര്യ റായ് എന്ന് പറയുമ്പോൾ ആ നിന്ന
അതിൻ്റെ ആ നിപ്പുണ്ടല്ലോ. പിന്നെ എന്താണ്, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഓരോ കുട്ടികളിങ്ങനെ ഞാൻ കവർ നോക്കുമ്പോൾ സാർ നോക്കല്ല, കാരണം ആ കവറുമ്മൽ അവൻ പലതും ആ മുഖത്ത് ഒക്കെ വരച്ച് വെച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കുഴപ്പമാണ്. ഞാൻ നോക്കി ഉറക്കെ വായിച്ച് പലരെ കൊണ്ടും പൊതിയിടിക്കാറുണ്ട്. ഇത് പെൺകുട്ടികൾക്കും പെൺകുട്ടികളുടേത് ചിലപ്പോൾ ഈ പിന്നെ ഐശ്വര്യ റായിയും സുസ്മിത സെന്നും കരീനയും പിന്നെ കാവ്യ മാധവനൊന്നും ആയിരിക്കില്ല. അവിടെ ഹൃത്തിക് റോഷനും അതേപോലെ തന്നെ സൽമാൻ ഖാനും മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആയിരിക്കും. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് മഹാത്മാഗാന്ധിയും നെഹ്റുവും അതേപോലെ തന്നെ പൂമ്പാറ്റയൊക്കെ ആയിരുന്നുണ്ട്. ഇന്ന് മഹാത്മാഗാന്ധിയുടെ പുറംചട്ട വെച്ച് നോട്ട് പുസ്തകം അച്ചടിച്ചാൽ ആ കമ്പനി ആ കൊല്ലം കൊണ്ട് പൂട്ടും. കാരണം ആര് വാങ്ങും? ഇത് വാങ്ങില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ വെച്ചു തരുന്നു. യുവാക്കളായ കുട്ടികൾക്ക് വാങ്ങാൻ ഐശ്വര്യ റായ് ഇങ്ങനെ നിന്നിട്ടുള്ള ചിത്രം അല്ലേ, കരീന ഇങ്ങനെയാക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ട് പിന്നെ ഉടുത്തിട്ടുണ്ടോ ഉടുത്തിട്ടില്ലേ എന്ന് സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ആ കോലത്തിലുള്ള ഡ്രസ്സും ധരിച്ചിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് അതാണെന്ന് അവർക്കറിയാം. പോണോഗ്രഫി, അശ്ലീലത നമ്മുടെ ബാഗിലെത്തിയിരിക്കുന്നു. UAE-യിൽ 1995 ഒരു ഇന്ത്യൻ CBSE സിലബസ് പ്രകാരം പിന്നെ നടന്നു വരുന്ന സ്കൂളിലെ ഒരു കുട്ടി തലകറങ്ങി വീണപ്പോൾ ആ കുട്ടിയുടെ പേരും ഫോൺ നമ്പറും നോക്കാൻ വേണ്ടി പിന്നെ അധ്യാപിക നോട്ട് ബുക്ക് എടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു CD-ക്ക് പേരില്ല. അപ്പോൾ പിന്നെ ഒരു സംശയം വെറുതെ തോന്നി. ആ CD കൊണ്ടുപോയി കമ്പ്യൂട്ടർ ലാബിൽ ഇട്ട് നോക്കുമ്പോൾ കുട്ടികളും മുതിർന്നവർ തന്നെ കാണാൻ പാടില്ലാത്തൊരു CD-യാണ് ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ കയ്യിലുള്ളത്. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ആ കുട്ടിയെ മെല്ലെ വേഗം രക്ഷിതാവായിട്ട് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പ്രിൻസിപ്പലിനോട് ഈ വിഷയം പറഞ്ഞു. ഉടനെ അസംബ്ലി വിളിച്ചിട്ട് പ്രിൻസിപ്പൾ ഒരൊറ്റ പ്രസംഗം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും. അവർ 2 ടീച്ചേഴ്സ് മാത്രം ഡോറിൻ്റെ അടുത്ത് നിന്ന്, ബാക്കി എല്ലാ ടീച്ചേഴ്സും എല്ലാ ക്ലാസ്സിലും കയറി എല്ലാ ബാഗും പരതിയിട്ട് അതിലുള്ള CD-കൾ മുഴുവൻ പൊക്കി. അങ്ങനെയാണല്ലോ അതിൻ്റെ പ്രയോഗം. CD-കൾ പൊക്കിയിട്ട് കമ്പ്യൂട്ടറിലിട്ട് പരിശോധിച്ചപ്പോൾ 145 CD ഞാൻ നേരത്തെ പറഞ്ഞ CD ആയിരുന്നു. ബാക്കി കുറച്ചെണ്ണമുണ്ട്. ചങ്ങമ്പുഴയുടെ കവിതയും അതേപോലെ തന്നെ റൌഫ് മദീൻ്റെ പ്രസംഗവും അതുപോലത്തെ കുറേ നല്ല അതുപോലെ നല്ല പഠനാർഹമായ CD-കളൊക്കെ ഉണ്ട്. ബാക്കി 145 ഏകദേശം ഈ പറഞ്ഞതാണ്. ഇതാണ് അവിടെയുള്ള UAE-യിലെ സുഖമായി കഴിയുന്ന കുട്ടികൾക്ക് കാണാൻ എങ്ങനെയാണ് അവർക്ക് കിട്ടിയത് എന്ന്. അതിന് കൃത്യമായ നെറ്റ്വർക്ക് ഉണ്ട് കുട്ടികളുടെ ഇടയിൽ. ഒരു ക്ലാസ്സിലെ ഒരൊറ്റ കുട്ടിയും ഒരു CD ഷോപ്പുകാരനുമായിട്ട് ബന്ധമുണ്ടായാൽ ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഏത് CD വേണമെങ്കിലും കിട്ടും. അതിനുള്ള നെറ്റ്വർക്ക് അത് CD കമ്പനിക്കാരൻ, കച്ചവടക്കാരൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ലോകത്തിൻ്റെ ചിത്രം. ഇവിടുന്ന് പോയി ഗൾഫിൽ പോയി പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രമാണ്. നമ്മുടെ നാട്ടിൽ അത് ചെറിയ തോതിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ ഇതൊക്കെ പോണോഗ്രഫിയുടെ ഭാഗമാണ്. അശ്ലീലത, ആ അശ്ലീലത നമ്മുടെ മൊബൈലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളിലുണ്ട്. നിങ്ങൾ കുട്ടികളായതുകൊണ്ട് എനിക്കെങ്ങനെയാണ് ഉദാഹരണ സഹിതം പറയേണ്ട കുറേ സംഗതികളുണ്ട്. പക്ഷേ ഞാനത് പറയുന്നില്ല. കാരണം അത് വൈകാട്ടാക്കിയിട്ട് എഴുതി വെച്ചിട്ട് വീട്ടിൽ കുത്തിട്ട് ഇന്ന് തന്നെ മെസ്സേജ് അയക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയുള്ള മെസ്സേജുകൾ, ഇക്കിളിപ്പെടുത്തുന്ന മെസ്സേജുകൾ തമാശയാണ്. പക്ഷേ ഒരു മെസ്സേജ് ഇങ്ങനെ സെൻഡ് മെസ്സേജ് തന്നെ പോകുമ്പോഴത്തേക്ക് കിങ് എന്ന് പറഞ്ഞൊരു സൗണ്ട് വരും. 90 പൈസ അല്ലെങ്കിൽ 80 പൈസ പോയി എന്നാണ് അതിൻ്റെ അടയാളം. ഈ 80 പൈസക്ക് നമ്മൾ അള്ളാഹിനോട് കണക്ക് പറയേണ്ടവരാണ്. ലാ യസാലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യങ്ങളെക്കുറിച്ച് മറുപടി പറയാതെ ആദമിൻ്റെ മകൻ്റെ മനുഷ്യൻ്റെ കാലെടുത്ത് മുമ്പോട്ട് വെക്കാൻ പരലോകത്ത് അള്ളാഹു സമ്മതിക്കുകയില്ല. അതിൽ 2 കാര്യം, വഅൻ മാലിഹി, അവൻ്റെ ധനവുമായി ബന്ധപ്പെട്ടതാണ് 2 കാര്യം. മിൻ ഐന ഇക്തസബ, എങ്ങനെയാണത് സമ്പാദിച്ചത്. വഫീമ അൻഫഖ, എന്തിലാണ് അവനത് ചെലവഴിച്ചത്. പറഞ്ഞിട്ടേ കാലെടുത്ത് മുമ്പോട്ട് വെക്കാൻ പറ്റൂ. യുവത്വം എങ്ങനെ ചെലവഴിച്ചു, ആരോഗ്യം എങ്ങനെ ചെലവഴിച്ചു, അറിവുള്ള വിഷയത്തിൽ എന്തു ചെയ്തു. ബാക്കി 3 കാര്യങ്ങൾ അതാണ്. ഈ 5 കാര്യങ്ങൾ പറയാതെ മുമ്പോട്ട് കാല് വെക്കാൻ പറ്റാത്ത ഒരു വിഭാഗമാണ് മനുഷ്യരായ നമ്മൾ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, എന്തിനാണ് പണം? ഉപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അമ്മാവൻ, ബന്ധുക്കൾ പണം തന്നിട്ടുണ്ട്.
ആ പണം ഞാൻ റീചാർജ് കൂപ്പൺ വാങ്ങി റീചാർജ് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ മെസ്സേജ് അയച്ചു. ഒരു ദിവസം ബസ്സിലിരുന്നൊരു കുട്ടി ഇങ്ങനെ ചറവറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കട്ടായപ്പോൾ മുമ്പിലെ സീറ്റിലിരുന്ന ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ഇവനെ നോക്കി. അപ്പോൾ ഇവനിങ്ങനെ എന്താണ് ഈ പറയുന്നതെന്നുള്ള കാര്യം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് മെല്ലെയാണ് പറയുന്നത്. ചെവിയിൽ ഇത് വെച്ചിട്ടുണ്ട്, ചുണ്ടോടടുപ്പിച്ചിട്ട് മന്ത്രിക്കുകയാണ്. നമുക്കൊന്നും കേൾക്കാൻ പറ്റില്ല. പക്ഷേ ഏതാണ്ടൊരു ഭ്രാന്തനോട്ട് ഇങ്ങനെ പറയുക, ചിരിക്കുക. ഇത് കണ്ടപ്പോൾ ആ കോലം കണ്ട് നോക്കിയതാണ്. പെട്ടെന്ന് ചാർജ് തീർന്ന് കട്ടായപ്പോൾ മുമ്പിലെ സീറ്റിലിരുന്ന ഒരു പെൺകുട്ടി നോക്കി, കട്ടാക്കിയതാണോ ആയതാണോ? ഇവൻ പറഞ്ഞു അപ്പം ബാലൻസ് ഇല്ല എന്നാണ്. ആരോടാണ് സംസാരിക്കുന്നത്? അമേരിക്കയിലുള്ള ആളോടല്ല, ബസ്സിലെ മുമ്പിലെ ലേഡീസ് സീറ്റിൽ ഇരിക്കുന്ന ആളോടാണ് സംസാരിക്കുന്നത്. കോളേജ് കുമാരനാണ്, മുമ്പിലിരിക്കുന്നത് കുമാരിയാണ്. അതാണ് ലോകം. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉപ്പ മകളുടെ കല്യാണം നിശ്ചയിക്കാൻ വേണ്ടി വധുഗൃഹത്തിൽ പോയി ചർച്ച ചെയ്ത് വരുന്ന മെയ് 26-ാം തീയതി നമുക്ക് കല്യാണം കഴിച്ച് നടത്തിക്കളയാം എന്നൊക്കെ തീരുമാനിച്ച് വീട്ടിലെത്തി ഉമ്മയോട് മെയ് 26-നേക്കാണ് നമ്മൾ നിശ്ചയിച്ചത് എന്ന് പറയണമെന്നൊക്കെ കരുതി വരുമ്പോഴത്തേക്ക് വീട്ടിൻ്റെ മുകളിലുള്ള കെട്ടപ്പെടാൻ പോകുന്ന പെണ്ണിനോട് കെട്ടാൻ പോകുന്ന ചെറുക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് മെയ് 26-നാണ് നമ്മൾ നിശ്ചയിച്ചത്. അതിൻ്റെ ഒരു സസ്പെൻസും ഇല്ല. ഓള് വന്ന് കൂളായിട്ട് 26-നേക്കാണ് നിശ്ചയിച്ചത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഉപ്പ വന്നിട്ട് പിന്നെ അറിയോ 26-നേക്കാണല്ലേ എന്ന് ഉമ്മ പറയുമ്പോൾ ഉപ്പ ഇങ്ങനെ മുകളിലോട്ട് നോക്കുകയാണ്. ആ ലോകമാണ് നമ്മുടെ ലോകം. ഈ ലോകത്ത് മൊബൈൽ ഫോണാണ്, അതിലെല്ലാം ഉണ്ട്. കമ്പ്യൂട്ടർ വേണോ അതുണ്ട്, ഇൻ്റർനെറ്റ് വേണോ അതുണ്ട്, CD നിങ്ങൾക്ക് പിന്നെ സിനിമ അതിലേക്ക് കയറ്റണോ അതുണ്ട്, എന്ത് വേണം, പാട്ട് വേണോ നിങ്ങൾക്ക് ആ പാട്ടുണ്ട്. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ്. അങ്ങ് പിന്നെ ഒരു നിലവിളിയാണ്, ആട് തൂങ്ങിച്ചാവുമ്പോഴുള്ള നിലവിളി. ആണും പെണ്ണും കൂടി നിലവിളിക്കുകയാണ്. എന്താണ് അതിൽ ഒരു സംഗതി നമുക്ക് ആവശ്യമില്ലല്ലോ. ഒരു ചൊല്ല് ഏതൊരു സമൂഹത്തിനും എന്താണോ അവർക്ക് വേണ്ടത് അതാണ് കിട്ടുക എന്ന് അതൊരു നിലവിലുള്ള യാഥാർത്ഥ്യമാണ്. നമുക്ക് വേണ്ടത് ഇതാണ്, ഈ നിലവിളി. ഫാത്തിമ, ഖദീജ, സലീന, ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ, ഒരു മുസ്ലിം പെണ്ണിൻ്റെ പേരായാലും നിങ്ങൾ ഏതെങ്കിലും മാധവീന്ന് കേട്ടിട്ടുണ്ടോ? രാധികേന്ന് കേട്ടിട്ടുണ്ടോ? ശകുന്തളേന്ന് പറഞ്ഞ് പണ്ടൊരു പാട്ട് പാടിയിരുന്നു. എന്ത് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളയെ നിന്നെ ഓർമ്മ വരും, എന്തല്ലോ പൗർണമി നിന്നെ എനിക്ക് ഓർമ്മ വരും. അതൊക്കെ നല്ല സ്വാലിയായ പാട്ടാണ്, ഒരു വിഷമവും അതിലില്ല. ഇതോ നെഞ്ചിനുള്ളിലും കണ്ണിനുള്ളിലും കണ്ണടച്ചാലും നീ തന്നെയാണ്. ഇനി 7-ാം കടലിൻ്റെ ഉള്ളിൽ പോയി ഒളിച്ചാലും വിടൂല മീനെ, വിടൂല എന്നാണ്. വിടൂല, കുടുങ്ങിയില്ലേ? ഇങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ തെങ്ങുമക്കാരുന്ന അണ്ണാറ കണ്ണട ചിൽ 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 ചൊൽ ചൊൽ ചൊല്ല് കാറ്റെ ചൊല്ല് ചൊൽ 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 ചൊല്ല്. ആരാണ്? ഇതാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇതും പാടിയിട്ട് കുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ മാനം മര്യാദക്ക് നടക്കുന്ന പെൺകുട്ടിയൊക്കെ ക്യാമ്പസ് പോയി കൂടാ. കാരണം ബസ് സ്റ്റോപ്പിൽ നിന്ന് ക്യാമ്പസിലേക്ക് പോകുമ്പം കുറച്ച് ആൾക്കാർ കുറച്ച് നേരത്തെ വന്നിട്ട് അവിടെ കുത്തിരിക്കുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റൂല. അപ്പോൾ പിന്നെ അവിടുന്ന് ഇവരുമല്ലേ എത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ പോകാം. പിന്നെ ഒരാണ് നെഞ്ചിനുള്ളിൽ നീയാണ്. അപ്പോൾ ഇവള് ആകെ എന്ത് ചെയ്യും? ആരോട് കംപ്ലൈൻറ്റ് പറയാൻ പറ്റുമോ? എന്താ സാർ, കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോലും പറ്റില്ല. കാരണം ഞാനൊരു മാപ്പിളപ്പാട്ട് മൂളിപ്പാടിയതിന് എന്നെ എന്ത് വകയിലാണ് സർ നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ് നമുക്ക് ചോദിച്ച് പിന്നെ പ്രിൻസിപ്പൽ ഹറാസ് ചെയ്തു തന്നെ കംപ്ലൈൻറ്റ് കൊടുത്താൽ വിവരാവകാശ കാപ്പി അവിടെ പോയിട്ട് പ്രിൻസിപ്പൽ നമ്പർ അതൊക്കെ അറിയാം. ആ ലോകത്താണ് നമ്മളുള്ളത്. ഇത് നമ്മൾ തന്നെയാണ്, അതിൽ നമ്മളുടെ പേരുമാണ്. കൽബാണ് ഫാത്തിമ, നസീമ നീ എൻ്റെ കൊളിരാണ്. ഇങ്ങനത്തെ പേരൊക്കെയാണ് CD-ൻ്റെ പുറത്തുള്ളത്. എന്നിട്ട് വളരെ ഇത് മാത്രം 1 1 2 വളരെ നല്ല 1-ാം ക്ലാസ് പഠിച്ചാണ്. എന്നിട്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന PGക്ക് പഠിക്കുന്ന പെണ്ണ് 1 1 2 ചെറുക്കനപ്പുറം 2 1 3 ഇതും പാടി നടക്കുന്ന ലോകം. ഇതിലൊക്കെയും അറിയാതെ എവിടെയെങ്കിലും മാപ്പിള പാട്ടെന്നാണ് ഇതിൻ്റെ പേര്. മാപ്പിളമാരുടെ പാട്ടുമല്ല, മാപ്പിളമാരുടെ സംസ്കാരത്തിൻ്റെ പാട്ടല്ല, ഇസ്ലാമിൻ്റെ പാട്ടുമല്ല.
ഇത് പൈസ പിടുങ്ങാനുള്ള പാട്ടാണ്. കാരണം പാട്ട് പാടുന്നവർക്കും അത് ഉണ്ടാക്കുന്നവർക്കും അറിയാം, ഏറ്റവും എളുപ്പത്തിൽ കാശ് വാങ്ങാൻ പറ്റുന്ന വിഭാഗം നമ്മളാണ്. എളുപ്പത്തിൽ ഹിന്ദുക്കൾക്ക് ദൈവങ്ങളായിട്ട് ജീവനുള്ളവർ വേണം. ശ്രീ ശ്രീ രവിശങ്കർ വേണം, അല്ലെങ്കിൽ ശ്രീ ശ്രീ അമൃതാനന്ദമയി ദേവി വരണം, എന്നാലാ ഹിന്ദുക്കളെ പൈസ ഇറങ്ങും. നമുക്ക് ജീവൻ വേണ്ട. മുനമ്പത്ത് ബീവി നബറല്ലാഹു മർക്കദ, കുറച്ച് സിമെൻറ്റും പൂഴിയും പച്ച പെയിൻറ്റും 2 നിലവിളിയും മതി. യാ അല്ലാ ഓ എന്നൊക്കെ പറ ആ ഹോ ഹോ എന്ന് പറഞ്ഞിട്ട് 2 ഇതും കൂടി ഉണ്ടായിരുന്നു. മയ്യത്തിന് വരെ കാശ് കിട്ടുന്ന സമുദായമാണ്. ഇങ്ങനെയുള്ള ലോകത്ത് പോണോഗ്രഫീൻ്റെ ശേഷം പ്രീസ്റ്റ്ഹുഡ്, പൗരോഹിത്യം, ഇങ്ങനെ കാശ് പിടുങ്ങാൻ ഏറ്റവും നല്ല വിഭാഗമാണ് നമ്മളെന്നറിയാവുന്ന വിഭാഗം ഉള്ളത് കൊണ്ടാണ് AR റഹ്മാൻ്റെ പാട്ട് കോഴിക്കോട്ട് വെച്ചത്. 5 ലക്ഷം രൂപ കൊടുത്ത് ടിക്കറ്റ് മുജാഹിദാണ് എന്ന് പറയുന്ന ആള് ആദ്യം തന്നെ വാങ്ങിയത്. നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊക്കെ തൗഹീദ് ഉണ്ടോ, ഈമാനുണ്ടോ, ഇസ്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അവരുടെ കോഴിക്കോട് ജില്ലയുടെ ഉത്തരവാദപ്പെട്ട ആളാണ്, പ്രസിഡന്റാണ് 5 ലക്ഷം രൂപക്ക് ജയ് ഹോ ടിക്കറ്റ് വാങ്ങിയത്. ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ കാശ് കൊടുക്കും, എളുപ്പത്തെ കാശ് കിട്ടും, എന്ത് കൊടുത്താലും വാങ്ങാൻ ആളുണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന ലോകത്ത് നമ്മൾ വളരെയധികം ജാഗരൂകരായിട്ടില്ലെങ്കിൽ നമ്മുടെ കീശയുണ്ടാവില്ല, കാശുണ്ടാവില്ല, മാനമുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ 5 പീകളെ കുറിച്ചുള്ള ജാഗ്രതയാണ് ക്യാമ്പസിൽ പോകുന്ന നിങ്ങൾക്കുണ്ടാവേണ്ടത്. അതിൽ പവർ, അധികാരം, ക്യാമ്പസിലെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അടിപിടി ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതിൽ നിങ്ങളുടെ ചട്ടുകൾ ആവാൻ പാടില്ല. പിന്നെ സുഖഭോഗങ്ങൾ, അതിൽ ഏറ്റവും കൂടുതലുള്ളത് മൊബൈൽ ഫോണാണ്. ഒരു വീട്ടിൽ നിന്ന് സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുന്ന ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് ആ ക്യാമ്പസിലേക്ക് എത്താൻ 1 മണിക്കൂറായിരിക്കും, അല്ലെങ്കിൽ മാക്സിമം 1.5-2 മണിക്കൂറാണ് യാത്ര ചെയ്യാനുണ്ടാവും. അവിടുന്ന് തിരിച്ചിങ്ങോട്ട് എത്താനും 2 മണിക്കൂറാണ്. വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ അവിടെ എത്തണം. അവിടുന്ന് പഠിപ്പ് 10 മുതൽ 4 മണി വരെയാണ്. അത് കഴിഞ്ഞിട്ട്, അതായത് 8 മണിക്ക് പോയാൽ 10 മണിക്ക് അവിടെ എത്തും. 4 മണിക്ക് പുറപ്പെട്ടാൽ 6 മണിക്ക് വീട്ടിലെത്തും. അത് ക്ലിയറാണ്. അതിനിടയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ കിട്ടുന്ന സംഗതിയാണ്. പക്ഷേ മൊബൈൽ ഫോൺ വ്യാപകമായതോടുകൂടി നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് അതില്ലെങ്കിൽ നമുക്കതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട്, നമുക്കും വേണം, നമുക്കും വാങ്ങിത്തരും. ആവശ്യമാണ്. ഈ 2 മണിക്കൂർ 2-4 മണിക്കൂർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിന് എന്തെങ്കിലും പറ്റിയാൽ വീട്ടിലിങ്ങനെ ബസ് ബ്ലോക്കായി കിടക്കുകയാണ്, ലേറ്റ് ആവുമെന്ന് പറയാം. അല്ലെങ്കിൽ സ്കൂളെത്തി അല്ലെങ്കിൽ കോളേജിലെത്തിയപ്പോൾ അവിടെ സമരമാണ്, അല്ലെങ്കിൽ ആരോ മരിച്ചിട്ടുണ്ട്, ക്ലാസ്സില്ല, ബസ്സിന് എന്തോ മുടക്കം പറ്റിയിട്ടുണ്ട്, അപ്പോൾ വീട്ടിലേക്ക് വിളിച്ചു പറയാം, ഇങ്ങനെ ബസ്സില്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുടുങ്ങിയിരിക്കുകയാണ്, നിങ്ങൾ എന്തെങ്കിലും വണ്ടി എടുത്ത് വരണം. അങ്ങനെയൊക്കെ മെസ്സേജ് കൊടുക്കാൻ നല്ല ഒരു സംഗതിയാണ് ഈ മൊബൈൽ ഫോൺ. അല്ലെങ്കിൽ ബൂത്ത് നോക്കി നടക്കേണ്ടി വരും, ഹർത്താലാണെങ്കിൽ ബൂത്ത് ഉണ്ടാവില്ല, കഷ്ടപ്പാടാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു മൊബൈലെങ്കിലും ഉണ്ടാവൽ അത്യാവശ്യമാണ്. പോട്ടെ, എല്ലാവർക്കും ഇപ്പം മൊബൈലുള്ളത് പ്രസ്റ്റീജാണ്, നമ്മളെ മോള് മാത്രം ഇല്ലാത്തത് കൊണ്ട് മാനസിക രോഗം ആവണ്ട, വാങ്ങിക്കൊടുത്തു, അങ്ങനെ ഒന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ അത് കൃത്യമായി നമുക്കറിയില്ലെങ്കിൽ കുടുങ്ങും. കോഴിക്കോട് ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ TTCക്ക് പഠിക്കുന്ന ഒരു കുട്ടി, എലത്തൂരാണ് ആ കുട്ടിയുടെ വീട്, മുസ്ലിം കുട്ടിയാണ്. ഒരു ദിവസം ആ കുട്ടിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. എടപ്പാളിൽ നിന്നാണ് വിളിച്ചത്. ഇയാൾ സംസാരിച്ചു, പിന്നെ പേര് പറഞ്ഞു, അറിയാതെ മിസ് കോള്, നമ്പർ മാറിപ്പോയതാണെന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഏതായാലും പരിചയപ്പെടാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞ് മൂപ്പര് കട്ട് ചെയ്തു. അപ്പോൾ പിറ്റേന്നൊക്കെ ഇവൾക്ക് കുറേ ചാർട്ടൊക്കെ വരക്കാനുണ്ട്. അപ്പോൾ പരിചയപ്പെട്ടല്ലോ, ചാർട്ടൊക്കെ വരച്ച് കഴിഞ്ഞ് ഉറങ്ങാൻ കിടക്കുമ്പോൾ വെറുതെ ഒന്ന് അങ്ങോട്ടേക്ക് മിസ്സടിച്ചു. അപ്പോൾ മൂപ്പര് പിന്നെയും തിരിച്ചു വിളിച്ചു. എന്തിനാണ് വിളിച്ചത്? ഒന്നുമില്ല, ഞാൻ വെറുതെ എന്നോട് എന്തൊക്കെ പറഞ്ഞുണ്ട്. പിന്നെ എല്ലാ ദിവസവും മിസ്സും വിളിയും ഒക്കെയായി. അവസാനം ഈ കുട്ടിക്കൊരു വിവാഹ അന്വേഷണം വന്നു. TTCക്ക് പഠിക്കുകയാണ്. കോഴിക്കോട് അങ്ങാടിയിൽ പച്ചക്കറി കച്ചവടക്കാരനാണ് പിതാവ്. അറ്റാക്ക് വന്ന ശേഷം കടയൊക്കെ വേറൊരാളെ ഏൽപ്പിച്ച് ചെറിയ വരുമാനമൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നൊരു പാവാണ്. പിന്നെ പെട്ടെന്ന് ഇവൻ വിളി നിർത്തി.
അപ്പോൾ ഇവക്കാകെ പിന്നെ മാനസികമായ അസ്വാസ്ഥ്യം, പഠിപ്പ് ശ്രദ്ധയില്ല. അപ്പോൾ വിവാഹ അന്വേഷണം ഇവർക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. അന്വേഷിക്കുമ്പോൾ ഒന്നും നിൽക്കുന്നില്ല. അവസാനം ഇവൾ പറഞ്ഞു, എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എടപ്പാളുള്ള ഇയാളെ കല്യാണം കഴിക്കുള്ളൂ. അപ്പോൾ ബന്ധുക്കൾ പറഞ്ഞു, കുഴപ്പമില്ല, നിനക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ നിൽക്കുകയാണെങ്കിൽ നല്ല കുടുംബമാണെങ്കിൽ നമുക്ക് നിൽക്കാമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് ചെന്ന് നോക്കുമ്പോൾ എടപ്പാളിൽ ഹോട്ടലിൽ സപ്ലയറാണ് ഈ പയ്യൻ. അപ്പോൾ ഇവൻ്റെ വീട്ടുകാരായി ബന്ധപ്പെട്ടവൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ 9ാമത്തെ ആളാണ്, ഇവൻ ഫോൺ വിളിച്ചിട്ട് ഇവിടെ അന്വേഷണമായിട്ട് വരുന്നത്. ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, പക്ഷേ ഞങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇവന് തരാൻ പറ്റില്ല. ഇവൻ നിങ്ങളുടെ വകയിൽപ്പെട്ട മോളെ കെട്ടിയിട്ട് ഇവൻ 10ാമത്തെ ഒരാളെ വിളിക്കില്ല എന്നുള്ള ഗ്യാരണ്ടി തരാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം ഞങ്ങൾ ഇവനോട് പറഞ്ഞ് മടുത്തതാണ്. ഇവൻ ഹോട്ടലിൽ പോയി സപ്ലയറുടെ പണിയെടുക്കുന്നു, ഒരു ദിവസം 150 രൂപ ഉണ്ടാക്കുന്നു, 10 രൂപ കൂടി വായ്പ വാങ്ങി 100 രൂപയ്ക്ക് റീചാർജ് ചെയ്തിട്ട് ഫോൺ വിളിച്ച് തീർക്കലാണ് ഇവൻ്റെ പരിപാടി. ഭക്ഷണം അവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഫ്രീ ആണ്. ഇവൻ്റെ സ്വഭാവം ഇതാണ് എന്ന് കൃത്യമായി കുടുംബക്കാർ കൈയൊഴിയും. അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ഒരു ഉപ്പാക്കും ഉമ്മാക്കും മോളെ പറഞ്ഞേക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ ഒരാളുടെ കയ്യിൽ ഇവർ വന്നിട്ട് മോളോട് വിവരം പറഞ്ഞു, മോളെ നീ ടീച്ചറാവാൻ പഠിക്കുന്ന മോളല്ലേ, ഇതാണ് ഇവൻ്റെ കഥ. നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ, പക്ഷേ അവൻ്റെ വീട്ടുകാർ അവനെ തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് താല്പര്യമാണെങ്കിൽ നിന്നെ ഞങ്ങൾ കെട്ടിച്ചേരാം, നിന്നെ ഞങ്ങളും തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് പിന്നെയും മിസ്സടിച്ചു, മറ്റോ തിരിച്ചു വിളിച്ചു. അത് അവർ വന്നപ്പം പിന്നെ ബന്ധുക്കൾ അങ്ങനെയൊക്കെ പറഞ്ഞാണ്, ബന്ധുക്കൾക്ക് എന്നോട് ദേഷ്യമാണ്, ഞാൻ പൈസ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവൻ പിന്നെയും ഇവക്ക് പ്രതീക്ഷ കൊടുത്തു. ചുരുക്കി പറയാണ്, ഒരു ദിവസം നമ്മുടെ മഞ്ചേരിയിൽ നമ്മുടെ കഴിഞ്ഞ പാലക്കാട് സമ്മേളനത്തിൻ്റെ പ്രചരണത്തിൻ്റെ സമാപനത്തിന് വേണ്ടി, പദയാത്രയുടെ സമാപനത്തിന് വേണ്ടി ബസ് സ്റ്റാൻഡിൽ പ്രസംഗം കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ മൂപ്പര് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് അവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ താമസിക്കാം, ഇന്ന് കോഴിക്കോട് പോകണം. ഞാൻ പറഞ്ഞു, കോഴിക്കോട് താമസിച്ച് രാവിലെ പോകണം. സാറില്ല, ഒരു ദിവസം താമസിക്കാമെന്ന് പറഞ്ഞ് മൂപ്പരുടെ കൂടെ താമസിക്കാൻ വേണ്ടി മൂപ്പരുടെ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അവിടെ NSSൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന, ആ സ്ഥാപനത്തിലെ NSSൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഒരു കുട്ടി NSS ക്യാമ്പ് കാണാൻ വേണ്ടി അവരുടെ ഒരു ബന്ധു ഉള്ളത് കൊണ്ട് ഭർത്താവിൻ്റെ കൂടെ, ഭർത്താവ് മഞ്ചേരിയിലെ ബാറിൽ അഡ്വക്കറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്, അയാൾ രാത്രി 10:30 കൂട്ടാൻ വരും. അപ്പോൾ മഗ്‌രിബിനേക്ക് വന്നിട്ട് മഗ്‌രിബ് മുതൽ ആ 10:30 വരെ കുട്ടികളുടെ കൂടെ ചിലവഴിക്കാമെന്ന് കരുതിയിട്ട് വരുമ്പോൾ ബസ്സിൽ വെച്ച് ഒരു കുട്ടി ഇങ്ങനെ കണ്ണീര് തുടക്കുന്നു, നകുന്നു, എന്തൊക്കെയോ വെപ്രാളം കാണിക്കുമ്പോൾ ഇവൾ ചോദിച്ചു, അല്ല മോളെ എന്താ പ്രശ്നം? ഒന്നുമില്ല, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. മോളെ വീട് എവിടെയാണ്? എലത്തൂരാണ്. എവിടത്തേക്കാണ് പോകുന്നത്? എവിടത്തേക്കാന്ന് എനിക്കറിയില്ല. എന്താ പ്രശ്നം? ഇങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരാൾ എന്നെ വഞ്ചിച്ചു, ഞാനിനി ജീവിക്കുന്നില്ല, എന്തെങ്കിലും ആവുകയാണെന്ന്. അപ്പോൾ മോൾ എൻ്റെ കൂടെ പോരുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയെയും കൂട്ടി ആ ക്യാമ്പിലേക്ക് വന്നു. ആ സമയത്താണ് ഞാനവിടെ എത്തുന്നത്. ഞാനും ഈ അധ്യാപകനും NSSൻ്റെ ഓഫീസറും ഒക്കെ കൂടി കുട്ടിയുടെ വീട്ടിലെ നമ്പർ വാങ്ങി, എലത്തൂരെ നമ്പർ വാങ്ങി, പിന്നെ എന്നിട്ട് വീട്ടിലേക്ക് വിളിച്ചു വിവരം പറഞ്ഞു, ഇങ്ങനെ കുട്ടി ഇന്ന സ്ഥലത്തുണ്ട് പിന്നെ എന്നൊക്കെ പറഞ്ഞ് അവരുടനെ കാറും എടുത്ത് വന്നു. കുട്ടിയോട്